Hello dears. 10th ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ലെറ്റ്സ് പ്രിപ്പയർ എ ന്യൂസ് പേപ്പർ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സ്ക്രൈബസ്. ഒരു ന്യൂസ് പേപ്പർ എങ്ങനെയാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. നമ്മുടെ പാഠപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ഈ ഒരു ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജ് ആണ് നമുക്ക് ഡിസൈൻ ചെയ്ത് എടുക്കാനുള്ളത്. അക്ഷരം എന്നുള്ള ഈ ഒരു പേജ്. അതിനുവേണ്ടി നമുക്ക് സ്ക്രൈബസ് എന്ന സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. സ്ക്രൈബസ് ന്യൂ ഡോക്യുമെന്റ് എന്ന വിൻഡോയിൽ സിംഗിൾ പേജ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് സൈസ് A3 എന്ന് കൊടുക്കാം. വിഡ്ത്ത് 297, ഹൈറ്റ് 420 എന്നിവ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളതാണ്. ആ രൂപത്തിൽ നമുക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുള്ള സൈസിൽ ഒരു പേജ് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു പോർഷനാണ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പ് നമുക്ക് എങ്ങനെയാണ് കൊടുത്തത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഷേപ്പ് ടൂള് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നു. ഈ ഒരു ഷേപ്പ് വരച്ചതിന് ശേഷം അതിൻ്റെ പ്രോപ്പർട്ടീസ് ലഭിക്കുന്നതിന് വേണ്ടി റൈറ്റ് ക്ലിക്ക് പ്രോപ്പർട്ടീസ് എന്ന് സെലക്ട് ചെയ്യുക. ഈ പ്രോപ്പർട്ടീസിൽ നമുക്ക് അതിൻ്റെ എക്സ് പൊസിഷൻ, വൈ പൊസിഷൻ, വിഡ്ത്ത്, ഹൈറ്റ് എന്നിവ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ളത് പോലെ നമുക്ക് ആ ഒരു വാല്യൂസ് നൽകാവുന്നതാണ്. ഓക്കെ, ഇതിൽ നമ്മുടെ പേജിൻ്റെ ഡിസൈനും ഈ ഒരു ഭാഗത്ത് ഹൈറ്റ് 28, എക്സ്പോസ്, വൈപോസ് എന്നിവ നൽകാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ രൂപത്തിൽ നമുക്ക് അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. വൈപോസ് 83 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വൈപോസ് 83ഉം വിഡ്ത്ത് 145ഉം എക്സ്പോസ് 14, ഓൾമോസ്റ്റ് 14 ആണ്. ആൻഡ് വിഡ്ത്ത്, ഹൈറ്റ്, വിഡ്ത്ത് 145ഉം ഹൈറ്റ് 28ഉം. ഹൈറ്റ് 28, വിഡ്ത്ത് 145. ഈ രൂപത്തിൽ നമുക്ക് കൊടുക്കാം. ഇനി ഇതിന് കളർ നൽകുന്നതിനായി കളേഴ്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അതിന് താഴെ ഇവിടെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ വളരെ കുറഞ്ഞ കളേഴ്സ് മാത്രമാണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കൂടുതൽ കളേഴ്സ് ലഭ്യമാവണമെങ്കിൽ ഐറ്റം എഡിറ്റ് മെനുവിലെ കളേഴ്സ് ആൻഡ് ഫിൽസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ മെർജ് കളർ സെറ്റ് എന്നിടത്ത് സ്ക്രൈബസ് ബേസിക് എന്ന് കാണാം. അത് മാറ്റി ഓക്സിജൻ എന്ന് കൊടുക്കുക. നമുക്ക് ഒരുപാട് കളേഴ്സ് ഇവിടെ കാണാം. അത് ഓക്കെ ക്ലിക്ക് ചെയ്താൽ ആ കളേഴ്സ് നമുക്ക് ഇവിടെയും ലഭ്യമാവുന്നതാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒരു റെഡ് കളർ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്. ഇതിൽ നമ്മുടെ പേജിൽ കൊടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു ഷേപ്പാണ്. ഇവിടെ ഷേപ്പിലൊരു മാറ്റമുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഷേപ്പ് ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു ഷേപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോട്ട്സ് ലഭിക്കുന്നതാണ്. ഇവിടെ മൂവ് നോട്ട്സ്, ആഡ് നോട്ട്സ് എന്നിങ്ങനെ കാണാം. ആഡ് നോട്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോട്ട്സ് ആഡ് ചെയ്ത് ഷേപ്പ് ചേഞ്ച് ചെയ്യാനുള്ളതാണ്. ഇവിടെ തൽക്കാലം നമുക്ക് മൂവ് നോട്ട്സ് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഈ നോട്ട്സിനെ ഒന്ന് മൂവ് ചെയ്യാം. ഇനി ഇതിൻ്റെ ബ്ലാക്ക് കളേർഡ് ഷേപ്പും കാണുന്നുണ്ട്. ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഇതിനെ ഒരു എഡിറ്റ് ഇത് സെലക്ട് ചെയ്ത് ഐറ്റം ഡ്യൂപ്ലിക്കേറ്റ് എന്നെടുക്കുക. അല്ലെങ്കിൽ Ctrl+D പ്രസ് ചെയ്താലും മതി. എന്നിട്ട് ഇതിന് നമുക്ക് ഒരു ബ്ലാക്ക് കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ഒരു ബ്ലാക്ക് കളർ ചൂസ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പിൽ ചെറിയൊരു മാറ്റം വരുത്തേണ്ടതുണ്ട്.
അതിനുവേണ്ടി ഇതാ ഇവിടെ തന്നെ ഈ പ്രോപ്പർട്ടീസ് വിൻഡോയിൽ ഫ്ലിപ്പ് ഹൊറിസോണ്ടലി, ഫ്ലിപ്പ് വെർട്ടിക്കലി എന്നിങ്ങനെ കാണാം. ജസ്റ്റ് ഫ്ലിപ്പ് ഹൊറിസോണ്ടലി കൊടുത്ത സമയത്ത് നമുക്കിത് ഈ ഷേപ്പ് മാറ്റം കാണാം. ആൻഡ് ഫ്ലിപ്പ് വെർട്ടിക്കലിയും കൂടെ ചെയ്താൽ നമുക്ക് കറക്റ്റ് ഷേപ്പിലേക്ക് എത്തിയതായിട്ട് കാണാം. ഈ രൂപത്തിൽ ഇത് നമുക്ക് കീബോർഡിലെ ആരോ കീ യൂസ് ചെയ്തും നമുക്കിതിനെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ ഈ റെഡ് ഷേപ്പിൽ നമ്മളൊരു ഷാഡോ എഫക്റ്റ് കാണുന്നുണ്ട്. അഗെയിൻ പ്രോപ്പർട്ടീസിൽ പോയി ഒരു ഡ്രോപ്പ് ഷാഡോ എന്നുള്ള ഒരു ഭാഗം കാണാം. അത് ഹാസ് ഡ്രോപ്പ് ഷാഡോ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു ഷാഡോ എഫക്റ്റ് ലഭിക്കുന്നതാണ്. ഇത് ഇവിടെ പൊസിഷൻ ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ എക്സ്പോസും വൈപ്പോസും ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് ഇവിടെ കൊടുത്തതുപോലെ ഒരു ലൈന് വരയ്ക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മുകളിലും പല ഭാഗങ്ങളിലുമായി നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി സ്ക്രൈബസ് നമ്മുടെ വിൻഡോയിൽ നമുക്ക് ഒരു ലൈൻ ടൂള് അവൈലബിൾ ആണ്. ആ ലൈൻ ടൂള് യൂസ് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ, സ്ട്രൈറ്റ് ലൈൻ കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ഷിഫ്റ്റ് കീ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ലൈനിൻ്റെ കളറ് നമുക്ക് സെയിം പ്രോപ്പർട്ടീസ് എടുത്തുകൊണ്ട് കളറിൽ പോയിട്ട് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഈ രൂപത്തിൽ ആവശ്യമായിട്ടുള്ള ലൈൻസ് ഒക്കെ വരച്ചതിന് ശേഷം ലൈൻ വേണമെങ്കിൽ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ആവശ്യമുള്ളിടത്തെല്ലാം നമുക്ക് ലൈൻസ് കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു അക്ഷരം എന്ന് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി നമ്മൾ ടെക്സ്റ്റ് ഫ്രെയിമാണ് ഉപയോഗിക്കുന്നത്. ടെക്സ്റ്റ് ഫ്രെയിം ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കാനുള്ള ഭാഗത്തെ ഏരിയയിൽ നമ്മളൊരു ടെക്സ്റ്റ് ഫ്രെയിം വരച്ചു ചേർക്കണം. ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ പ്രോപ്പർട്ടീസ് കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടന്റ് പ്രോപ്പർട്ടീസ് എന്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ടെക്സ്റ്റ് ഫ്രെയിം ആകുമ്പോൾ കണ്ടന്റ് പ്രോപ്പർട്ടീസ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഇംഗ്ലീഷിൽ അല്ല, നമ്മൾ അക്ഷരം എന്ന് മലയാളത്തിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഇംഗ്ലീഷ് എന്നുള്ളിടത്ത് മാറ്റി നമ്മൾ മലയാളം എന്ന് കൊടുക്കുക. ഇവിടെ നിന്നും ഏതെങ്കിലും ഒരു മലയാളം ഫോണ്ട്, ഇവിടെ ഈ ഭാഗം കണ്ടാൽ മനസ്സിലാവും, ഒരു മലയാളം ഫോണ്ട് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എന്നിട്ട് നമ്മുടെ കീബോർഡിലെ മുകളിൽ ഇംഗ്ലീഷ് എന്ന് മാറ്റി മലയാളം എന്ന് കൊടുക്കുക. ഇവിടെ എൻ്റെ ഈ ഒരു ഫ്രെയിമിൽ ചെറിയൊരു പ്രശ്നം, മലയാളം വരാത്ത ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ഞാനിവിടെ ഇംഗ്ലീഷാണ് യൂസ് ചെയ്യുന്നത്. മലയാളം ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത് മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ മലയാളം ചൂസ് ചെയ്ത് ഈ രൂപത്തിലാണ് ചെയ്യേണ്ടത്. ഇവിടെ തൽക്കാലം ഞാൻ ഇംഗ്ലീഷാണ് ചൂസ് ചെയ്യുന്നത്. നമുക്ക് മലയാളം എന്നത് ഒഴിവാക്കി ഇംഗ്ലീഷ് എന്ന് തന്നെ കൊടുക്കാം. ഏതെങ്കിലും ഒരു ഫോണ്ട് സ്റ്റൈൽ, നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോണ്ട് സ്റ്റൈലും ചൂസ് ചെയ്ത് ഈ ഫ്രെയിമിൽ ഡബിൾ ക്ലിക്ക് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ടൈപ്പ് ചെയ്യാൻ കഴിയുക. ഓക്കെ, നമ്മൾ ഒരു ഫോണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഇനി ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടണമെങ്കിൽ നമുക്കിവിടെ ഫോണ്ട് സൈസ് അവൈലബിൾ ആണ്. നമുക്ക് ഫോണ്ട് സൈസ് ഇവിടെ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. കളേഴ്സ് ആൻഡ് എഫക്ട്സിൽ നമുക്ക് കളറൊക്കെ ചൂസ് ചെയ്യാം. ബാക്കിയുള്ള എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഈ രൂപത്തിൽ ഇവിടെ എടുക്കാവുന്നതാണ്. ഇതാണ് നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുന്ന ഒരു മെത്തേഡ്. ഇതേ രൂപത്തിൽ നമുക്ക് ഈ ഭാഗത്തുള്ള ടെക്സ്റ്റുകളും ഇവിടെ കൊടുത്തിരിക്കുന്ന ടെക്സ്റ്റ് ലൈൻസ് ഇതെല്ലാം കൊടുത്ത് ചേർക്കാവുന്നതാണ്. അത് നമ്മൾ വീഡിയോയിൽ പ്രത്യേകം പറയുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു ബാർകോഡ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതിനുവേണ്ടി ഈ ഒരു ഭാഗത്ത് നമുക്ക് ബാർകോഡ് കൊടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് ഒരു ടൂള് അവൈലബിൾ ആണ്. ഒരു ബാർകോഡ് ടൂള് നമുക്കിവിടെ ഉണ്ട്.
ബാർകോഡ് എന്ന ടൂൾ അവൈലബിൾ ആണ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ബാർകോഡ് ഫാമിലി 2 ഡയമെൻഷണൽ സിംബൽസ് എന്ന് കൊടുക്കുക. ദെൻ ബാർകോഡ് എന്നുള്ളിടത്ത് നമുക്ക് QR കോഡ് എന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് ഏത് ബാർകോഡാണോ ഉൾപ്പെടുത്തേണ്ടത് അതിൻ്റെ ലിങ്ക് ഇവിടെ സ്കൂൾ വിക്കി ലിങ്കാണ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ ആ പേജിൻ്റെ ഒരു URL ആണ് ഇവിടെ എഴുതി ചേർക്കേണ്ടത്. ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഐക്കൺ ഈ രൂപത്തിലേക്ക് മാറിയത് കാണാം. നമുക്ക് എവിടെയാണോ ബാർകോഡ് വരേണ്ടത് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, റീസൈസ് ചെയ്യുക. ഈ രൂപത്തിലാണ് നമ്മൾ ബാർകോഡ് ചേർക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ലെറ്റേഴ്സ് എല്ലാം നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ടെക്സ്റ്റ് ഫ്രെയിം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇമേജിനെ എങ്ങനെ കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഇമേജ് ഫ്രെയിം. എവിടെയാണോ ഇമേജ് ആവശ്യമുള്ളത് ആ ഭാഗത്ത് നമ്മളൊരു ഇമേജ് ഫ്രെയിം വരച്ച് ചേർക്കുക. ഇമേജ് ഫ്രെയിം എപ്പോഴും ഈ രൂപത്തിലാണ് വരുന്നത്, അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ഇമേജ് ആഡ് ചെയ്യാൻ ഫയൽ ഓപ്പൺ എന്ന് കൊടുത്തുകൊണ്ട് കാര്യമില്ല. ഇമേജ് ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കണ്ടന്റ് ഗെറ്റ് ഇമേജ് ഈ രൂപത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇമേജിനെ സെലക്ട് ചെയ്യാം. സ്കൂൾ റിസോഴ്സസ് ക്ലാസ് 10ൽ സ്ക്രൈബസിൽ നമുക്കൊരു ഓസോൺ എന്നുള്ള ഒരു ഇമേജ് അവൈലബിൾ ആണ്. ഈ ഇമേജ് നമുക്കനുസരിച്ചുള്ള ഒരു സെറ്റിങ്സിലല്ല വന്നിട്ടുണ്ടാവുക. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം റൈറ്റ് ക്ലിക്ക്, ഇമേജ്, അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം ഈ രൂപത്തിൽ നമുക്കതിനെ മാറ്റേണ്ടതുണ്ട്. അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഈ ഫ്രെയിമിലോട്ട് അഡ്ജസ്റ്റ് ആയി നിൽക്കുന്നത് നമുക്ക് കാണാം. ഇനി നമ്മൾ ഒരു ഇമേജ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കത് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ ഒരുപാട് ടെക്സ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ടൈപ്പ് ചെയ്ത ടെക്സ്റ്റുകളല്ല, നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു ഫയൽ കൊടുത്തിട്ടുള്ളതിനെ ഇതിലേക്ക് ഇമ്പോർട്ട് ചെയ്തതാണ്. ആ രൂപത്തിലുള്ള ഫയൽ എങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കുന്നത് എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഓക്കെ, അതിനുവേണ്ടി നമുക്ക് വീണ്ടും ഒരു ടെക്സ്റ്റ് ഫ്രെയിം ഇൻക്ലൂഡ് ചെയ്യാം. ടെക്സ്റ്റ് ഫ്രെയിം ഇൻക്ലൂഡ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടതുണ്ട്. ടെക്സ്റ്റ് ഫ്രെയിം കൊടുത്ത ശേഷം റൈറ്റ് ക്ലിക്ക്, കണ്ടന്റ് ഗെറ്റ് ടെക്സ്റ്റ്. എന്നിട്ട് നമുക്ക് സ്കൂൾ റിസോഴ്സസ് സ്ക്രൈബസിൽ സാമ്പിൾ ടെക്സ്റ്റുകൾ തന്നിട്ടുണ്ടാവും. ആ സാമ്പിൾ ടെക്സ്റ്റ് 1 ആദ്യം നമ്മൾ ഇതിലേക്ക് കൊടുക്കുക. ഇനി നമുക്ക് ഇതിനെ കോളം രൂപത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി റൈറ്റ് ക്ലിക്ക്, കണ്ടന്റ് പ്രോപ്പർട്ടീസ് എന്നെടുക്കുക. അതായത് ടെക്സ്റ്റ് ഫ്രെയിമിൻ്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതിൽ കണ്ടന്റ് പ്രോപ്പർട്ടീസ് എന്ന് കൊടുത്താൽ കോളം ആൻഡ് ടെക്സ്റ്റ് ഡിസ്റ്റൻസസ് എന്ന് കാണാം. ഇത് നമ്മൾ എത്ര കോളംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ള കോളത്തിൻ്റെ എണ്ണം ഇവിടെ പറഞ്ഞു കൊടുക്കുക. അതുപോലെ ഗ്യാപ്പ്, ഓരോ കോളംസിൻ്റെ ഇടയിൽ എത്ര ഗ്യാപ്പ് വരണം എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ രൂപത്തിൽ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ഫ്രെയിംസിനെ ആഡ് ചെയ്യാം. ഇനി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു ടെക്സ്റ്റ് ഫ്രെയിം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ബാക്കി ടെക്സ്റ്റുകളെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതിനിടയിൽ ഇമേജ് ചേർക്കേണ്ടതുണ്ട്. ടെക്സ്റ്റ് നമ്മളുടേത് ആഡായി വന്നു. ഈ രൂപത്തിൽ നമുക്ക് കൊടുക്കാം. ഇനി ഇതിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇമേജ് കൊടുക്കേണ്ടതുണ്ട്. ഈ കാണിക്കുന്ന കുട്ടികൾക്കുള്ള ഹസ്തചിത്ര നിർമ്മാണ പരിശീലനം ആരംഭിച്ചു എന്നുള്ളതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ഫ്രെയിം എടുത്ത് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടതാണ്. ലൈൻസൊക്കെ ആ രൂപത്തിലാണ് കൊടുക്കേണ്ടത്. അതൊന്നും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് ഈ ഒരു ഇമേജ് എങ്ങനെയാണ് ഇതിൽ കൊടുത്തത് എന്ന് നോക്കാം. അതിനുവേണ്ടി അഗെയിൻ നമ്മൾ
ഈ ഓസോൺ ദിനാചരണം ഒക്കെ നമുക്കൊന്ന് സൈസ് മാറ്റം വരുത്തേണ്ടതുണ്ട്. അതിന് മുൻപ് നമുക്കിവിടെ ഒരു ഇമേജ് ഫ്രെയിം ആഡ് ചെയ്ത് ഇമേജ് വരേണ്ട സ്ഥലത്ത് ഒരു ഇമേജ് ഫ്രെയിം ആഡ് ചെയ്യുന്നു. റൈറ്റ് ക്ലിക്ക്, കണ്ടന്റ്, ഗെറ്റ് ഇമേജ്, അതിൽ ഷൂട്ടിംഗ് എന്ന ഇമേജ് കൊടുക്കുന്നു. റൈറ്റ് ക്ലിക്ക്, ഇമേജ്, അഡ്ജസ്റ്റ് ഇമേജ് ടു ഫ്രെയിം എന്ന് കൊടുക്കുന്നു. ഈ രൂപത്തിൽ നമ്മൾ ചെയ്യാം. ഇനി ഈ ഒരു ഇമേജ് ഉള്ള ഭാഗത്ത് നമുക്ക് ടെക്സ്റ്റ് കാണാൻ പറ്റുന്നില്ല. അത് ടെക്സ്റ്റ് ഇമേജിൻ്റെ 2 ഭാഗങ്ങളിലായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വരേണ്ടതുണ്ട്. അതിന് വേണ്ടി നമുക്ക് ഇതിൽ റൈറ്റ് ക്ലിക്ക്, പ്രോപ്പർട്ടീസ് എന്നെടുക്കുക. ഇമേജിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത ശേഷം ഇതിൽ ആ ഒരു ഇമേജിൻ്റെ ട്രാൻസ്പെറൻസി, ഇവിടെ പ്രോപ്പർട്ടീസിൽ നമ്മുടെ ഷേപ്പ് എന്ന ഭാഗത്ത് ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം, ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം ഷേപ്പ് എന്ന് കാണാം. ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് ഫ്രെയിം ഷേപ്പ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ടെക്സ്റ്റ് ഇമേജിൻ്റെ തൊട്ടു മുകളിലും താഴെയുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തത് കാണാം. ഇനി ഇതിൽ നമുക്ക് കുറച്ച് സെറ്റിങ്സ് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്ത ശേഷം ഇതിൽ എഡിറ്റ് എന്ന് കൊടുത്താൽ നമുക്കിവിടെ കുറച്ച് എഡിറ്റ് കോണ്ടൂർ ലൈൻസ് എന്ന് കാണാം. ഈ കോണ്ടൂർ ലൈന് എന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ ഒരു ഇമേജിൻ്റെ തൊട്ടു മുകളിലായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇമേജിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു കോണ്ടൂർ ലൈന് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് ഈ എഡിറ്റ് ചെയ്ത ശേഷം നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്തു. ടെക്സ്റ്റ് ഈ ഷേപ്പിൽ ടെക്സ്റ്റ് ഫ്ലോ അറൗണ്ട് കോണ്ടൂർ ലൈൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ തൊട്ടു അപ്പുറമായിട്ട് നമ്മുടെ ടെക്സ്റ്റ് അറേഞ്ച് ചെയ്തതായിട്ട് നമുക്ക് കാണാം. ഈ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇനി ഈ രൂപത്തിലാണ് നമ്മൾ ബാക്കി ഇമേജും ടെക്സ്റ്റും എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇതിനു മുൻപ് നമുക്ക് ഈ കൊടുത്തതിന് ഫുൾ റെസൊല്യൂഷൻ നമുക്ക് ലഭിക്കണമെങ്കിൽ റൈറ്റ് ക്ലിക്ക്, പ്രിവ്യൂ സെറ്റിംഗ്സിൽ ഫുൾ റെസൊല്യൂഷൻ എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ഇമേജിൻ്റെ കംപ്ലീറ്റ് റെസൊല്യൂഷൻ കിട്ടുന്നതാണ്. ഇത് ഓൾറെഡി ഇത്രയും വലിയൊരു ഇമേജ് ആണ് ഉള്ളത്. ഇനി ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ. ഇനി ഇതിൽ നമ്മുടെ ഇതിൽ കംപ്ലീറ്റ് ഒരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ നൽകിയിട്ടുണ്ട്. വൈറ്റ് കളർ അല്ല ഇവിടെ ഉള്ളത്, ഒരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൽ ഒരു മാറ്റം ഉണ്ട്. ഒരു ലൈറ്റ് ഗ്രേ പോലത്തെ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നോക്കാം. ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ചെറിയ ഒരു കളർ ചേഞ്ച് ഉണ്ട്. അതെങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കാം. നമ്മൾ കംപ്ലീറ്റ് ഒരു ഷേപ്പ് ടൂള് സെലക്ട് ചെയ്ത ശേഷം കംപ്ലീറ്റ് പേജിനെ നമ്മളൊന്ന് സെലക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ സെലക്ഷൻ. കംപ്ലീറ്റ് പേജ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇതായിരുന്നു നമ്മുടെ പേജ്. എന്നിട്ട് നമ്മളതിന് ആവശ്യമായിട്ടുള്ള ആ ഒരു ഷേപ്പിൻ്റെ പ്രോപ്പർട്ടീസിൽ പോയി കളറ് ഒരു ഗ്രേ കളറ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇതിൻ്റെ മുകളിലായിട്ടാണ് ഇത് പ്ലേസ് ചെയ്യുന്നിട്ടുള്ളത്. അത് നമുക്ക് ലെവൽ ലോവർ ടു ബോട്ടം എന്ന് കൊടുക്കുക. അപ്പം നമ്മുടെ ഇമേജുകൾ അല്ലെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ചെയ്തെല്ലാം മുകളിലേക്കായിട്ട് വരുന്നത് കാണാം. ഈ രൂപത്തിലാണ് നമ്മളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം. ഫയൽ എക്സ്പോർട്ട് നമുക്ക് PDF ആയിട്ട് സേവ് ചെയ്യാം, ഒരു ഇമേജ് രൂപത്തിൽ സേവ് ചെയ്യാം. ഇവിടെ തൽക്കാലം നമ്മൾ PDF ആക്കിയിട്ട് സേവ് ചെയ്യുകയാണ്. ഈ ചേഞ്ച് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ ഫോൾഡർ ചൂസ് ചെയ്ത് ഇതിന് നമുക്കൊരു പേര് നൽകാം.
ഒരു പേര് കൊടുത്ത് സേവ് കൊടുത്ത ശേഷം നമ്മൾ ഇവിടെയും ഒരു സേവ് ബട്ടൺ ഉണ്ടാവും, അതും കൂടെ പ്രസ് ചെയ്യേണ്ടതുണ്ട്. എന്നിട്ട് ഇതിന് നോർമൽ രൂപത്തിൽ നമ്മൾ സേവ് ചെയ്യേണ്ടതില്ല, PDF സേവ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അതിനെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ സേവ് ചെയ്തത് ഒരു PDF രൂപത്തിലാണ് വന്നിട്ടുണ്ടാവുക. ഇത് PDF ഓപ്പൺ ആക്കി നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.